നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 പ്രാക്ടിക്കൽസിനെ കുറിച്ച് ഒരുപാട് കുട്ടികൾ നമുക്ക് മെസ്സേജ് ചോദിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കോളുകളിലൂടെ നമുക്ക് നമ്മുടെ ഓഫീസിൽ കിട്ടുന്ന ഒരു ചോദ്യത്തിൽ ഒന്ന്, സാറേ ഞങ്ങൾ റിസൾട്ട് എഴുതിയില്ല, അതുപോലെ തന്നെ ഞങ്ങൾ പ്രൊസീജിയർ ഞങ്ങൾ എഴുതിയില്ല, അതായത് മൊത്തത്തിൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നുള്ളത് എഴുതിയിട്ടില്ല. മക്കളെ നിങ്ങൾ ആകെ ശ്രദ്ധിക്കുക, ഇപ്പോൾ കുറേ പേരുടെയൊക്കെ പ്രാക്ടിക്കൽസ് കഴിഞ്ഞു, ഒരുപാട് പേരുടെ പ്രാക്ടിക്കൽസ് കഴിയാനുണ്ട്. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചെയ്തവർക്കും അറിയാം, പ്രിൻസിപ്പിൾ എഴുതണം. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? ഇപ്പോൾ ലെൻസിൻ്റെ F = uv/u+v, അവിടെ ഗ്രാഫ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഗ്രാഫിൻ്റെ പടം വരയ്ക്കുക. യു എന്താണ്, വി എന്താണെന്ന് എഴുതുക. ഗ്രാഫ് ഉണ്ടെങ്കിൽ ഗ്രാഫിനെ കുറിച്ച് പറയുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രിൻസിപ്പിളിനകത്ത് വേണ്ടത്. ഇക്വേഷൻ വരുന്ന ലെറ്റേഴ്സും. നിങ്ങൾ ഒരിക്കലും പ്രൊസീജിയേഴ്സ് എസ്എ പോലെ വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമില്ല. പ്രൊസീജിയർ എഴുതിയാൽ മതി. പല സ്കൂളിലും പറഞ്ഞ പ്രൊസീജിയർ എഴുതിയാൽ മാത്രമേ നിങ്ങൾ ജയിക്കത്തുള്ളൂ. ചുമ്മാ പറയുന്നതാണ്. പ്രിൻസിപ്പിൾ മാത്രം മതി. അത് ലാബിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലുള്ളതാണ്. പ്രൊസീജിയർ എഴുതേണ്ട ഒരാവശ്യകതയും ഫിസിക്സ് ലാബിനില്ല. 2, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. റിസൾട്ട് 2 എക്സ്പീരിയൻസ് ഉണ്ട്. 2 എക്സ്പീരിയൻസ് റിസൾട്ട് നിങ്ങൾ എഴുതിയില്ലെങ്കിൽ 2 4 മാർക്ക് പോകും. നിങ്ങൾ തോക്കത്തൊന്നുമില്ല. പക്ഷേ പല കുട്ടികളും ചോദിക്കുന്നത്, സാറേ ഞങ്ങൾ തോപ്പിക്കുമോ, നിങ്ങൾ റിസൾട്ട് എഴുതിയില്ല, 4 മാർക്ക് പോകും. ആ 4 മാർക്ക് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. റിസൾട്ട് എഴുതാതെ പോകുന്നത് എന്തിനാ? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ട് റിസൾട്ട് എഴുതിയില്ലെങ്കിൽ എന്ത് പാടി? അന്നേരം റിസൾട്ട് നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. അന്നേരം ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പ്രിൻസിപ്പിൾ, ഇത് കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് അത് ഒരു വീഡിയോ ആക്കിയതാണ്. പ്രിൻസിപ്പിൾ എഴുതിയിരിക്കണം, റിസൾട്ട് എഴുതിയിരിക്കണം. ഒറ്റ മാർക്ക് പോലും പോകത്തില്ല. നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഒരു ടെൻഷൻ വേണ്ട. ആരും പ്രാക്ടിക്കലിന് മാർക്ക് കുറയ്ക്കാൻ അധ്യാപകർ ശ്രമിക്കത്തില്ല. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കുറേ മാർക്ക് അറിഞ്ഞുകൊണ്ട് കളയരുന്നാൽ മതി. അന്നേരം ടെൻഷൻ ഇല്ലാതെ ലാബ് ചെയ്ത് ഫുൾ മാർക്ക് എല്ലാ പ്രാക്ടിക്കൽസിനും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാക്ടിക്കൽസിൻ്റെ വീഡിയോസ് എല്ലാം പ്ലേലിസ്റ്റിനകത്ത് കിടപ്പുണ്ട്. നന്നായിട്ട് കാണുക. നെവർ എവർ ഗിവ് അപ്പ്.